വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഏറെക്കുറെ അത് സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഇപ്പോൾ ചില ഭീഷണി മുദ്രാവാക്യങ്ങളായി പൊതുനിരത്തിൽ വച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വായിൽ നിന്ന് തന്നെ വീണിട്ടുണ്ട്. വ്യക്തമായി കേട്ടല്ലോ. കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൻ്റെ സമാധാനവും വികസനവുമൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതവർഗീയ സംഘടനയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. അതിനുവേണ്ട എല്ലാ ഒത്താശയും യാതൊരു മടിയും കൂടാതെ ചെയ്തു കൊടുത്തത് AICC നേതൃത്വവും. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എന്ന വാർത്ത കേട്ട ഉടനെ പൊതുനിരപ്പുകളിലേക്ക് മറ്റുള്ള സമുദായങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, മറ്റുള്ള സമുദായങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ആ സമുദായങ്ങളിലെയൊക്കെ നേതാക്കന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും പൊതുനിരത്തിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തങ്ങളാണ്, അല്ലെങ്കിൽ ഭീഷണി മുദ്രാവാക്യങ്ങളാണ് നിങ്ങൾ കുറച്ചു മുന്നേ കേട്ടത്. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ ഭീഷണിയിൽ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു AICC നേതൃത്വം എന്ന് വേണം പറയാൻ. എന്തായാലും ശരി, തുടക്കത്തിലേ പറഞ്ഞതാണ്, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഉറപ്പായും ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗായിരിക്കുമെന്ന്. കാരണം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പിടിവാശി പിടിച്ചതും ടീം UDF-നകത്തെ മുൻനിര കക്ഷിയായ കോൺഗ്രസിൻ്റെ വാക്കുകളെ തെല്ലും മാനിക്കാതെ മുസ്ലിം ലീഗിൻ്റെ വാക്കുകൾക്ക് മാത്രം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭീഷണിക്ക് മാത്രം വഴങ്ങിക്കൊടുക്കുകയാണ് സത്യത്തിൽ AICC നേതൃത്വം ചെയ്തത്. എന്തായാലും ശരി, ഈ കണ്ട ദൃശ്യങ്ങൾ ഇതൊരു സൂചനയാണ്. ഭാവിയിൽ കേരളം എങ്ങനെയൊക്കെ സഞ്ചരിക്കുമെന്നതിൻ്റെ വ്യക്തമായൊരു സൂചന എന്നല്ല, മുന്നറിയിപ്പ് തന്നെയാണത്. Everyone!